ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എൻ്റെ അമ്മയുടെ അതായത് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. എനിക്ക് ഓർമ്മയുള്ള നാൾ തൊട്ട് ഞാൻ കാണുന്നൊരു സീനാണ് കേട്ടോ. ഓണമായി കഴിയുമ്പോൾ അമ്മയും ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ട് അമ്മൂമ്മയെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ദേ അമ്മൂമ്മയെ കാണാൻ പോവാണ്. ഇതാണ് പൂഴിക്കുന്നിൽ അത്തം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കിടിലം അത്തം ഇടുന്നത് പൂഴിക്കുന്നിലാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മൂമ്മയെ കണ്ടു. അമ്മൂമ്മയാണ് ഇതാണ് കേട്ടോ അമ്മൂമ്മ. സോ അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ നമുക്ക് നല്ല നല്ല അടിപൊളി ബിരിയാണിയും സേമിയ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. ആ സേമിയ പായസത്തിൻ്റെ മണം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. സോ നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ സേമിയ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയത് അമ്മൂമ്മയെ കൊണ്ട് കുറച്ച് സാരി എടുപ്പിക്കാനാണ് കേട്ടോ. വേറെ എവിടെയല്ല, അമ്മൂമ്മയുടെ അലമാരയിൽ തന്നെയാണ്. അമ്മയ്ക്ക് നല്ല അടിപൊളി സാരി കളക്ഷൻസ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്. സോ ഞാൻ അതിൽ നിന്ന് 2 സാരി എടുത്ത് മാറ്റിയായിരുന്നു, ഒന്നെനിക്കും അമ്മയ്ക്കും വേണ്ടി. അമ്മൂമ്മയുടെ വീടിനടുത്ത് ചീരയും വാഴയും പിന്നെ ഈ നെല്ലും ഒക്കെ കൃഷി ചെയ്യുന്നൊരു കുറേ ഒരു ലോങ് ഒരു പാടം പോലെ ഉണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട്, അടിപൊളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണത്. സോ കുറേ നേരം ഞാൻ അവിടെ പോയിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കരിക്ക് കുടിക്കാൻ കയറി. എനിക്കിങ്ങനെ ഒരുപാട് കട്ടിയായ കരിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ കുറച്ചൊരു ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന കരിക്കാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. സോ ഞാനത് കിട്ടിയ സന്തോഷത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്നത്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ, കാരണം ചെന്ന് കയറിയപ്പോൾ തന്നെ ബസ്സിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ കയറി കേട്ടോ. അമ്മയ്ക്ക് ഫ്രൂട്ട് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ച ബൈ ബി, സി യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എൻ്റെ അമ്മയുടെ അതായത് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. എനിക്ക് ഓർമ്മയുള്ള നാൾ തൊട്ട് ഞാൻ കാണുന്നൊരു സീനാണ് കേട്ടോ. ഓണമായി കഴിയുമ്പോൾ അമ്മയും ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ട് അമ്മൂമ്മയെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ദേ അമ്മൂമ്മയെ കാണാൻ പോവാണ്. ഇതാണ് പൂഴിക്കുന്നിൽ അത്തം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കിടിലം അത്തം ഇടുന്നത് പൂഴിക്കുന്നിലാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മൂമ്മയെ കണ്ടു. അമ്മൂമ്മയാണ് ഇതാണ് കേട്ടോ അമ്മൂമ്മ. സോ അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ നമുക്ക് നല്ല നല്ല അടിപൊളി ബിരിയാണിയും സേമിയ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. ആ സേമിയ പായസത്തിൻ്റെ മണം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. സോ നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ സേമിയ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയത് അമ്മൂമ്മയെ കൊണ്ട് കുറച്ച് സാരി എടുപ്പിക്കാനാണ് കേട്ടോ. വേറെ എവിടെയല്ല, അമ്മൂമ്മയുടെ അലമാരയിൽ തന്നെയാണ്. അമ്മയ്ക്ക് നല്ല അടിപൊളി സാരി കളക്ഷൻസ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്. സോ ഞാൻ അതിൽ നിന്ന് 2 സാരി എടുത്ത് മാറ്റിയായിരുന്നു, ഒന്നെനിക്കും അമ്മയ്ക്കും വേണ്ടി. അമ്മൂമ്മയുടെ വീടിനടുത്ത് ചീരയും വാഴയും പിന്നെ ഈ നെല്ലും ഒക്കെ കൃഷി ചെയ്യുന്നൊരു കുറേ ഒരു ലോങ് ഒരു പാടം പോലെ ഉണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട്, അടിപൊളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണത്. സോ കുറേ നേരം ഞാൻ അവിടെ പോയിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കരിക്ക് കുടിക്കാൻ കയറി. എനിക്കിങ്ങനെ ഒരുപാട് കട്ടിയായ കരിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ കുറച്ചൊരു ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന കരിക്കാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. സോ ഞാനത് കിട്ടിയ സന്തോഷത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്നത്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ, കാരണം ചെന്ന് കയറിയപ്പോൾ തന്നെ ബസ്സിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ കയറി കേട്ടോ. അമ്മയ്ക്ക് ഫ്രൂട്ട് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ച ബൈ ബി, സി യു.